നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് ശേഷം അവരെല്ലാവരും ഒരുമിച്ച് ഐക്യതയോടുകൂടി ഈ വോൾ പണിതതിന് ശേഷം, ഈ മതിൽ പണിതതിന് ശേഷം എന്താണ് അവരുടെ ലൈഫിൽ സംഭവിക്കുന്നതെന്നാണ്. അപ്പോൾ 9-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: എന്നാൽ ഈ മാസം 24-ാം തീയതി ഇസ്രായേൽ മക്കൾ ഉപവസിച്ചും രട്ടുടുത്തും തലയിൽ പൂഴി വാരിയിട്ടും കൊണ്ട് കൂടി വന്നു. ഇവിടെ ഇവരെക്കുറിച്ച് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യമെന്ന് പറഞ്ഞാൽ, ആദ്യമായി നമ്മൾക്ക് ഇവിടെ മനസ്സിലാവാൻ സാധിക്കും, മതിൽ പണിത് കഴിഞ്ഞിരിക്കുന്നു. എന്താണ് ഈ മതിലിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്? സോ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ ചെറുപ്പത്തിൽ ഞങ്ങളുടെ വീട് ആദ്യം പണിതപ്പോൾ ഡാഡി എന്ന് പറഞ്ഞാൽ, ഡാഡി ഒരിക്കലും കടം മേടിച്ചൊന്നും ചെയ്യില്ല. ഡാഡിയുടെ ഇതെന്ന് പറഞ്ഞാൽ എത്ര കയ്യിലുണ്ട് ആ എമൗണ്ടിൽ കാര്യങ്ങൾ ചെയ്യും. അങ്ങനെ ഒരു ഡിസിഷൻ ഉള്ള ഒരാളാണ് എൻ്റെ ഡാഡി. അപ്പോൾ ഡാഡി എന്ത് ചെയ്തു? വലിയൊരു വീടൊക്കെ പണിതു. ഞങ്ങളന്ന് വലിയ വീട്ടിലത്തെ കുട്ടികൾ എന്നൊക്കെ ഞങ്ങളന്ന് ചെറുപ്പത്തിൽ വിളിക്കുക. പക്ഷെ ഞങ്ങളുടെ വീടിനൊരു പ്രത്യേകതയുണ്ട്, മതിലില്ല. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, മതിലില്ലാത്തത് അന്നൊരു സങ്കടമായിരുന്നു. അപ്പം ഞങ്ങളും മമ്മിയും ഒറ്റയ്ക്കായിരുന്നു ആ സമയത്ത് വീട്ടിൽ താമസിച്ചത്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒത്തിരി പേടി തോന്നും. എന്നാൽ അതിനുശേഷം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, മതിൽ പണിത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ആദ്യമായി ഫീൽ ചെയ്തൊരു കാര്യം എന്താണെന്നറിയോ? സേഫ്റ്റി, ഒരു ധൈര്യം, എന്തോ ഒരു ഉറപ്പുള്ള പോലെ. ശരിക്കും ഇസ്രായേൽ മക്കളെ കുറിച്ച് പഠിച്ചാലും അവർക്ക് അപ്പോൾ തോന്നിയൊരു അനുഭവം ഒരു ബലമാണ്. മതിൽ വന്നപ്പോൾ ഒരു സേഫ്റ്റി അവർക്ക് വരുവാനിടയായി. അതുവരെ ഇടിഞ്ഞു കിടന്ന മതിൽ, ആർക്ക് വേണമെങ്കിലും വന്ന് ആക്രമിക്കാം, ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം എന്ന അവസ്ഥയിൽ നിന്ന് മതിൽ അവർക്കൊരു സേഫ്റ്റി പ്രോമിസ് ചെയ്തു. സേഫ്റ്റി മാത്രമാണോ മതിൽ പ്രോമിസ് ചെയ്തത്? അല്ല, സേഫ്റ്റി മാത്രമല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് നോക്കുമ്പോൾ ഇസ്രായേൽ മക്കൾ വലിയൊരു നിന്നയിൽ കൂടി കടന്നു പോവുകയായിരുന്നു. ദൈവത്തിൻ്റെ സ്വന്തം ജനമെന്ന് പറഞ്ഞ്, ദൈവത്തിൻ്റെ സ്വന്തം ആലയം എന്നെല്ലാം പറഞ്ഞ് അവർ പ്രൈഡ് എടുത്തതിനെ നശിപ്പിച്ചു കളഞ്ഞൊരു അനുഭവം. എന്നാൽ അവിടെ തന്നെ അത് പണിതെടുക്കുമ്പോൾ അവരുടെ ഷെയിം മാറിയൊരു അനുഭവം. അപ്പോൾ അവർക്ക് സേഫ്റ്റി വന്നു, ഷെയിം മാറി. അവരുടെ സ്വപ്നമായിരിക്കാം, നാളുകളായി അവർ ചിന്തിച്ചൊരു കാര്യമായിരിക്കാം, ദൈവമേ ഞങ്ങൾക്കൊരു മതിൽ വേണമെന്ന്. അപ്പോൾ അവരുടെ സ്വപ്നം അവിടെ നടക്കുന്നു. അതുപോലെ തന്നെ അവർക്ക് അഭിമാനിക്കാനൊരു കാര്യം നടക്കുന്നു. അതുപോലെ ഒരു സേഫ്റ്റി അവിടെ നടക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഇതെല്ലാം ഉണ്ടാവുമ്പോൾ നമ്മൾ 8-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ കാണാൻ പറ്റും, അവരെന്ത് ചെയ്യുന്നു? അവർ ഈ സമയത്ത് സെലിബ്രേറ്റ് ചെയ്യുകയാണ്. അവർ ഈ സമയത്ത് ആദ്യം അവർ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞല്ലോ എന്നോർത്ത്, ദൈവം ഇത് ചെയ്തല്ലോ, ഞങ്ങളുടെ നിന്ന മാറ്റിയല്ലോ, ഞങ്ങൾക്ക് സംരക്ഷണം തന്നുവെന്ന് പറഞ്ഞ് ആദ്യം ഒരു ആഘോഷത്തിൻ്റെ ഒരു അനുഭവം കണ്ടുവെങ്കിലും പിന്നീട് നമുക്ക് കാണാൻ പറ്റും അവർ താഴ്മയിലേക്ക് വരികയാണ്. അവരെ തന്നെ ഒന്ന് താഴ്ത്താൻ ഇങ്ങനെയാണ് പറയുന്നത്: എന്നാൽ ഈ മാസം 24-ാം തീയതി ഇസ്രായേൽ മക്കൾ ഉപവസിച്ചു രട്ടുടുത്തു. അവിടെ ആഘോഷത്തിനപ്പുറമായി ഉപവാസത്തിന് എംഫസിസ് കൊടുത്ത ഒരു ജനം. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ദൈവം വലിയ വലിയ പ്രവർത്തികൾ ചെയ്യാറുണ്ട്. നമ്മൾ തന്നെ ഒന്ന് എടുത്തു നോക്കിയാൽ, നമ്മുടെ നിന്ന മാറ്റിയത്, ആരും അതിജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ചില വിഷയങ്ങളിൽ നിന്ന് ദൈവം വിടുവിച്ചു. അങ്ങനെയുള്ള പല അത്ഭുതങ്ങൾ നടക്കുമ്പോഴും പലപ്പോഴും നമ്മുടെ ലൈഫിൽ അതൊരു സാക്ഷ്യത്തിലോ അല്ലെങ്കിൽ അതൊരു താങ്ക്സ് ഗിവിംഗ് പ്രോഗ്രാമിലോ തീരുകയാണ് പതിവ്. എന്നാൽ ഇവിടെ ഇസ്രായേൽ മക്കളുടെ ജീവിതം നോക്കുമ്പോൾ കാണുകയാണ്, അവരൊരു സെലിബ്രേഷനിൽ അത് നിർത്താതെ, ഒരു സാക്ഷ്യത്തിൽ അത് നിർത്താതെ, ഒരു കൂടി വന്ന ഒരു പ്രാർത്ഥന വെച്ച് എല്ലാവർക്കും ഒരു ആഹാരം കൊടുത്ത് അത് നിർത്താതെ അതിൻ്റെ നെക്സ്റ്റ് ലെവലിലേക്ക് പോവുകയാണ്. അവർ പറയാ നമുക്ക് ഉപവസിക്കാമെന്ന്, എന്ന് പറഞ്ഞാൽ ദൈവത്തിങ്കിലേക്ക് മടങ്ങി ചെല്ലാമെന്ന്. പുതിയ നിയമത്തിൽ ഇതിന് ഭംഗിയുള്ളൊരു സ്റ്റോറി, ഒരു പാരബിൾ ഉണ്ട്, ഒരു ദൃഷ്ടാന്തം. അതിങ്ങനെയാണ്: 10 ലെപ്പേഴ്സ്, കുഷ്ഠരോഗികൾ ഒരു വില്ലേജിൻ്റെ കവാടത്തിൽ നിന്നുകൊണ്ട് യേശുവിനെ കാണുമ്പോൾ പറയും, യേശുവെ ഞങ്ങളെ സൗഖ്യമാക്കണേ. ഇവരെ കണ്ട വശം യേശു പറയാ, നിങ്ങൾ പോയി നിങ്ങളെ തന്നെ പുരോഹിതന് കാണിച്ചു കൊടുക്കാൻ. എന്തുകൊണ്ടാണ് അങ്ങനെ യേശു പറഞ്ഞേ? പഴയ നിയമം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഒരു കുഷ്ഠരോഗിക്ക് സൗഖ്യം ഉണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പാക്കുന്നതെന്ന് ഡോക്ടറല്ല, പ്രീസ്റ്റാണ്. അപ്പോൾ പുരോഹിതനാണ് പറയേണ്ടത് അവർ ഹീൽഡ് ആണോ എന്ന്. അപ്പോൾ അവരോട് യേശു പറയാം, പോയി പുരോഹിതനെ കാണിക്കാൻ. നാച്ചുറലി അവർ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വായിക്കാൻ പറ്റും, അവിടെ ലൂക്കോസ് സുവിശേഷം 17-ാം അധ്യായത്തിലാണ് അവർ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർ ഹീൽഡായി. അവരുടെ ബോഡിയിൽ നോക്കുമ്പോൾ ഒന്നും കാണുന്നില്ല, ഒരു ദൈവത്തിൻ്റെ ഒരു വലിയ പ്രവൃത്തി അവിടെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ എല്ലാവരും എന്ത് ചെയ്തു എന്നറിയോ? ഞങ്ങൾക്ക് സൗഖ്യം വന്നു, ഞങ്ങളുടെ ശരീരത്ത് വ്യത്യാസം വന്നു, അപ്പം ഞങ്ങൾ എന്താ ചെയ്യേണ്ടേ? ഞങ്ങളിപ്പോൾ നേരെ പുരോഹിതൻ്റെ അടുത്ത് പോവാം. അവർ പുരോഹിതൻ്റെ അടുത്ത് പോവാമെന്ന് പറഞ്ഞതിൽ കാര്യമുണ്ട്. ശരിക്കും അന്നത്തെ ഒരവസ്ഥ വെച്ച് പഠിക്കുമ്പോൾ ഇവർ ഈ കുഷ്ഠം മാറിയ
ഒരാൾ ആദ്യം പുരോഹിതൻ്റെ അടുത്ത് ചെല്ലും. പുരോഹിതൻ, ഇത് ലേവ്യ പുസ്തകം 14-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ ഇത് കാണാൻ പറ്റും. അവരിത് കാണിക്കുമ്പോൾ അവരുടെ ശരീരത്തിൽ ഈ പാടുകൾക്ക് വ്യത്യാസം വന്നു എന്ന് പുരോഹിതൻ കാണുമ്പോൾ പുരോഹിതൻ പറയും, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് പോകും. ഇവർ വീടിൻ്റെ അകത്ത് കയറാൻ പാടില്ല, വീടിൻ്റെ പുറത്തു പോയി ഒരാഴ്ച താമസിക്കണം. 7-ാം ദിവസം ശബത്തിൻ്റെ അന്ന് ഇവർ കുളിച്ച് വീണ്ടും ആലയത്തിലേക്ക് ചെല്ലണം. ആലയത്തിൽ ചെന്ന് കഴിയുമ്പോൾ അന്ന് പ്രാർത്ഥന കഴിഞ്ഞിട്ടേ ഇവർക്ക് വീട്ടിൽ കയറാൻ പറ്റൂ. ലോങ് പ്രോസസ്സ്. അവരെ കുറിച്ചൊന്ന് ഓർത്ത് നോക്കിയേ. നാളുകളായി വീടിൻ്റെ പുറത്ത് കിടന്ന് എല്ലാവരാലും തള്ളപ്പെട്ട് ത്യജിക്കപ്പെട്ട് ഒരു ഫംഗ്ഷനും ഉണ്ടാവില്ല, ഒന്നിലുമില്ല. ഇങ്ങനെ പുറത്ത് കിടന്നറന്ന ഈ മനുഷ്യർക്ക് ഒരു വലിയൊരു ചേഞ്ച് വരുമ്പോൾ നാച്ചുറലി അവരെല്ലാവരും എവിടേക്കാണ് പോകുന്നത്? പുരോഹിതൻ്റെ അടുത്തേക്ക്. എന്നാൽ ആ പാരബിൾ പഠിക്കുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്, ഒരു കുഷ്ഠരോഗി ഉണ്ടല്ലോ, പുരോഹിതൻ്റെ അടുത്തേക്ക് പോകുന്നതിന് പകരം നേരെ യേശുവിൻ്റെ അടുത്തേക്ക് തിരിഞ്ഞു. എന്നിട്ട് അവൻ യേശുവിൻ്റെ കാൽക്കൽ ചെന്ന് വീഴുകയാണ്. അപ്പോൾ യേശു തിരിഞ്ഞിട്ട് ചോദിക്കുക, നീ ഒരാൾ മാത്രമേ ഉള്ളൂ, ബാക്കി 9 പേരെവിടെ? ഭയങ്കര ഐറോണിക്കലായിട്ടൊരു ക്വസ്റ്റ്യൻ ആണ് യേശു അവിടെ ചോദിക്കുന്നത്. എന്ന് പറഞ്ഞാൽ യേശു തന്നെയാണ് പറഞ്ഞത്, പോയി എന്ത് ചെയ്യേ, നിങ്ങളെ തന്നെ പുരോഹിതന് കാണിച്ചു കൊടുക്ക്. എന്നാൽ അതേ യേശു ചോദിക്കുക, ബാക്കിയുള്ളവരൊക്കെ എവിടെ? പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ അത്ഭുതങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ നന്ദിയുള്ള ഹൃദയമായിരിക്കണമെന്ന് കൂടെ ദൈവവചനത്തിൽ കണ്ടിട്ടില്ലെങ്കിലും പറയുന്നില്ലെങ്കിലും ഒരു കാര്യം നമ്മൾക്ക് മനസ്സിലാവും, യേശു നമ്മളിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നന്ദിയുള്ള മനസ്സ്. അപ്പോൾ ഇവിടെ തന്നെ ഇവരെ കുറിച്ച് കാണാൻ പറ്റും, ദൈവം ഇവരുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചു എന്ന് കാണുമ്പോൾ ഇവർ ഒരു ആഘോഷത്തിലോ മറ്റു കാര്യങ്ങളിലോ സമയം ചെലവഴിക്കാതെ ഇവർ അതിനപ്പുറമായി പറയാ, ഞങ്ങൾ ദൈവത്തിങ്കിലേക്ക് ഒന്ന് തിരിയാൻ പോവാണ്. ഇങ്ങനെ പോയാൽ പോരാ. ഒരു അത്ഭുതം കിട്ടി, ഒരു വിടുതൽ കിട്ടി, ഒരു രോഗസൗഖ്യം കിട്ടി, ഒരു ആശ്വാസം കിട്ടി, അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ജോലി കിട്ടി, വണ്ടി കിട്ടി, വീട് കിട്ടി, കാര്യങ്ങളൊക്കെ നന്നായി പോകുന്നുണ്ട് എന്ന് പറഞ്ഞ് ആശ്വസിച്ചിരുന്നാൽ പോരാ. ദൈവത്തിങ്കൽ അടുത്തിലേക്ക് പോകണം എന്ന് പറഞ്ഞാൽ അവർക്കൊരു കാര്യം മനസ്സിലായി, ശാശ്വതമായത് ഈ മതിലല്ല, ശാശ്വതമായത് ഈ ചുറ്റും കാണുന്ന ഒന്നല്ല, ദൈവം മാത്രമാണെന്ന് മനസ്സിലാക്കിയ ഇസ്രായേൽ മക്കൾ പറയാണ്, ഞങ്ങൾ തിരിച്ച് യഹോവയിലേക്ക് പോവുകയാണ്. എനിക്കിതിൽ നിന്നും ആദ്യമായി പറയാനുള്ളത് അതാ, ദൈവം നമ്മുടെ ചില നിന്ദകളെ മാറ്റിയിട്ടുണ്ടെങ്കിൽ, ചില അത്ഭുതങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ ഒരു നന്ദിവാചകത്തിലേക്കോ അല്ലെങ്കിൽ ഒരു സാക്ഷ്യത്തിലേക്കോ മാത്രമല്ല കൊണ്ടുപോകേണ്ടത്, അത് തിരിച്ച് നമ്മളെ യേശുവിലേക്ക് കൊണ്ടുപോകണം. ഇവിടെ കാണാൻ പറ്റും അവരെന്ത് ചെയ്തു എന്നറിയാമോ? അവർ തിരിഞ്ഞു, അവരൊരു ഡിസിഷൻ എടുത്തു. ശരിക്കും റിപ്പൻറ്റൻസ് എന്ന വാക്ക് അതിൻ്റെ ഗ്രീക്ക് ഭാഷയിൽ പഠിക്കുമ്പോൾ അതിനെക്കുറിച്ച് പറയുന്നത് യു ടേൺ. വാഹനം ഓടിക്കുന്ന അല്ലെങ്കിൽ വാഹനത്തിലിരിക്കുന്ന നമുക്കെല്ലാം വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു കാര്യമാണ് യു ടേൺ. പോയിക്കൊണ്ടിരിക്കുന്ന ആ വഴി തന്നെ തിരിഞ്ഞു വരുന്ന ഒരവസ്ഥ. ആ ഒരു വാക്കാണ് റിപ്പൻറ്റൻസിന് കൊടുക്കുന്നത്. ഇവിടെ ആ ഒരു അനുഭവത്തിലേക്കാണ് ഇവർ വരുന്നത്. ഇവർ പറയാ, ഈ പോയിക്കൊണ്ടിരിക്കുന്ന യാത്ര ഒന്ന് നിർത്തി ഞങ്ങൾ തിരിച്ച് യഹോവയിലേക്ക് പോകുന്നു. നെഹമ്യാവിൻ്റെ പുസ്തകത്തിൻ്റെ 9-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ ഭാഗത്തിൽ എനിക്കതാണ് പറയാനുള്ളത്. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചിലത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ ദൈവത്തിങ്കിലേക്ക് കൊണ്ടുപോകണം. രണ്ടാമതായി, എങ്ങനെ ഈ ദൈവത്തിൻ്റെ അടുത്തേക്ക് നമുക്ക് തിരിച്ചു പോകാൻ പറ്റും? ഇവരിവിടെ ഒരു തീരുമാനമെടുക്കാൻ, നോ, ഈ പോക്ക് പോയാൽ പോരാ, ഞങ്ങൾക്കൊരു ചേഞ്ച് വേണം. യെസ്, ദൈവം ഞങ്ങൾക്ക് മതിൽ തന്നു, ദൈവം ലോകത്തിൻ്റെ മുമ്പിൽ കാണിച്ചു കൊടുത്തു ഞങ്ങൾ ദൈവത്തിൻ്റെ ജനമാണെന്ന്. ഇപ്പം പല സ്ഥലത്ത് കിടന്ന തൻ്റെ ജനത്തിനെ ഒരുമിച്ച് കൊണ്ടുവന്ന് ദൈവത്തിൻ്റെ പ്രവൃത്തി ദൈവം ചെയ്തെടുത്തു. ബട്ട് വി ആർ നോട്ട് കണ്ടന്റ് വിത്ത് ദാറ്റ്. ഇതുകൊണ്ട് ഞങ്ങൾ തൃപ്തരല്ല, ഞങ്ങൾക്കിതിൻ്റെ അപ്പുറത്തേക്ക് വരണം, ഞങ്ങൾക്ക് ഈ കാണുന്ന പ്രവൃത്തികൾക്കപ്പുറമായി ദൈവത്തിൻ്റെ അടുത്തേക്ക് വരണം. ആ ഡിസിഷൻ എടുക്കുമ്പോൾ അവർ ചെയ്യുന്ന കാര്യം എന്തെന്നറിയാമോ? അവർ ഫാസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് കാണുന്നത്. ഞാനിത് 2 വട്ടം അത് വായിച്ചു. ഇങ്ങനെയാണ് ഇസ്രായേൽ മക്കൾ ഫാസ്റ്റ് ചെയ്യാൻ. അതാണ് എൻ്റെ രണ്ടാമത്തെ പോയിന്റ്. ദൈവത്തിൻ്റെ അടുക്കലേക്ക് മടങ്ങുവാൻ. ആദ്യം പറഞ്ഞു ദൈവത്തിൻ്റെ അടുക്കലേക്ക് മടങ്ങണം. രണ്ടാമത്, ദൈവത്തിൻ്റെ അടുക്കലേക്ക് മടങ്ങുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വേണ്ടതാണ് ഒരു ഫാസ്റ്റിംഗ്, ഒരു ഉപവാസത്തിൻ്റെ അനുഭവം.
എന്താണ് ഉപവാസം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ബന്ധക്കോസുകാരായ നമ്മൾക്ക് എൻ്റെയൊക്കെ കുഞ്ഞിലേ മുതൽ ഏറ്റവും കൂടുതൽ കണ്ടിട്ടും കേട്ടിട്ടും പവർഫുൾ ആണ് ഞാൻ തന്നെ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് ഉപവാസം. നമുക്ക് ഇഷ്ടപ്പെട്ടാലില്ലെങ്കിലും നമ്മളെല്ലാവരും ഉപവസിക്കുന്നവരാണ്. പലപ്പോഴും ഞായറാഴ്ച രാവിലെ എല്ലാം ഫോഴ്സ്ഫുള്ളി ഉപവസിക്കുന്നവരാണ്. നമ്മുടെ കുഞ്ഞു കുട്ടികൾ മുതൽ എല്ലാവരും ഉപവാസം എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഈ നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ നോക്കുമ്പോൾ എന്താണ് ഉപവാസത്തിൻ്റെ ചില സ്വഭാവങ്ങൾ, എന്താണ് അതിൻ്റെ ചില സവിശേഷതകൾ എന്ന് ഞാൻ പോയിന്റ് ഔട്ട് ചെയ്യാൻ പോവാണ്. ആദ്യമായി നമുക്ക് കാണാൻ പറ്റുന്നത് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: എന്നാൽ ഈ മാസം 24-ാം തീയതി ഇസ്രായേൽ മക്കൾ ഒരാളല്ല ആദ്യത്തെ പോയിന്റ് അതാണ്. ഇറ്റ് ഈസ് എ കമ്മ്യൂണൽ ഫാസ്റ്റ്. ഒരുമിച്ച് കൂടി ജനം ഒന്നിച്ചുകൂടി ചെയ്യുന്നൊരു പ്രവൃത്തി. പലപ്പോഴും ഉപവസിക്കാന്ന് പറഞ്ഞാൽ ഓരോരുത്തർ എനിക്ക് ഇന്ന് മുതൽ ഉണ്ട്, വചനത്തിൽ ക്ലിയറായി അങ്ങനെ ഒറ്റയ്ക്കിരുന്ന് ഉപവസിച്ച ഒത്തിരി കാര്യങ്ങൾ കാണുന്നുണ്ട്. എന്നാൽ അത്ര തന്നെ കൂട്ടമായി ഉപവസിച്ച് വിടുതൽ പ്രാപിച്ച പല സമയങ്ങളും നമുക്ക് കാണാം. ഫോർ എക്സാമ്പിൾ, എസ്തേറിന്റെ പുസ്തകത്തിൽ നോക്ക്, മൊർദെഖായിക്കെതിരെ ഹാമാൻ പ്ലാനുകൾ ചെയ്തു എന്ന് അറിഞ്ഞ സമയത്ത്, അത് അതിന്റെ റെഫറൻസ് എസ്തേർ 4:16 ഇങ്ങനെയാണ് പറയുന്നത്. എസ്തേർ പറഞ്ഞു, സൂസയിലുള്ള എല്ലാ യഹൂദന്മാരും എന്നോടുകൂടെ ഉപവസിക്കാനിരിക്കാൻ പറഞ്ഞു. അവിടെ അതുപോലെ തന്നെ പുതിയ നിയമത്തിൽ വന്നു കഴിഞ്ഞാൽ ഭക്തന്മാർ അവിടെ ജയിലിലായെന്ന് കേട്ടപ്പോൾ ജനം, വിശ്വാസികൾ ഒരുമിച്ച് വന്ന് ഉപവസിച്ചു. ഞാൻ പറയട്ടെ, ഉപവാസം എന്ന് പറയുന്നത് അതെപ്പോഴും നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുന്ന കാര്യമായി പലപ്പോഴും മാറുന്നു. പലപ്പോഴും അത് കൂട്ടമായി ചെയ്യുന്നതിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ്. എന്നാൽ പഴയ നിയമം പ്രത്യേകിച്ച് വായിക്കുമ്പോൾ കാണാം, ഇസ്രായേൽ മക്കൾ ഒരുമിച്ച് കൂടി അവർ ഉപവസിച്ചു. അപ്പോൾ ആദ്യത്തെ കാര്യം ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്, അവർ കമ്മ്യൂണലായി ഫാസ്റ്റ് ചെയ്തു. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ മാറ്റർ ഓഫ് ബീങ് സിംഗിൾ, ലൈക്ക് ഞാൻ ഒറ്റയ്ക്ക് ദൈവസന്നിധിയിലിരിക്കും, കുറുകി ഞെരുങ്ങുന്ന പ്രാവായി ഇരിക്കും, നല്ലതാണ്. എന്നാൽ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഞങ്ങൾ ഒന്നിച്ച് കൂടി. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ പണ്ട് സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് ഒരിക്കൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം എന്നെ യൂണിറ്റിനെ കുറിച്ച് പഠിപ്പിച്ചൊരു കാര്യമാണ്. അന്ന് ഞാൻ ഈ സോളിഡ്സ്, ലിക്വിഡ്സ്, ഗ്യാസസ്, ഈ സയൻസിലത്തെ ഈ 3 പോയിന്റ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പറയാം, ലെറ്റ് മീ സ്റ്റാർട്ട് വിത്ത് ഗ്യാസസ്. ഗ്യാസിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഗ്യാസിന്റെ ഇന്റർമോളിക്കുലർ സ്പേസ് ഒത്തിരി കൂടുതലാണ്, മോളിക്യൂൾസ് തമ്മിലുള്ള സ്പേസ് ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് ഗ്യാസ് ഇങ്ങനെ ലൂസാണ്. എന്നാൽ ലിക്വിഡ്സ് വരുമ്പോൾ പറയുന്ന ഇന്റർമോളിക്കുലർ സ്പേസ് ഇച്ചിരിയും കൂടിയും കുറവാണ്, ആ ഗ്യാസിന്റെ അത്രയില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ ഒരു കുപ്പിയിലകത്ത് വെള്ളം ഒഴിച്ചാൽ ആ ഷേപ്പിലേക്ക് മാറും. സോ ഇറ്റ് ഫിറ്റ്സ് ഇൻ ടു പെർട്ടിക്കുലർ ഷേപ്സ്. ബട്ട് വെൻ യു ടോക്ക് അബൌട്ട് സോളിഡ്സിനെ കുറിച്ച് പറഞ്ഞാൽ അതിൻ്റെ ഇന്റർമോളിക്കുലർ സ്പേസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള മോളിക്യൂൾസിൻ്റെ ആ ഗ്യാപ്പ്. മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു, അതിൻ്റെ അകത്തുള്ള ചെറിയ അണുക്കൾ, ലൈക്ക് ദാറ്റ് കണികൾ, അവരുടെ ഇടയിലുള്ള ഗ്യാപ്പ് വളരെ കുറവാണ്. അവരിങ്ങനെ ഒരു സ്പേസ് പോലും ഇല്ലാതെ ഒരുമിച്ചിരിക്കുകയാണ്. നിങ്ങൾ സയൻസ് കാണുമ്പോൾ മനസ്സിലാവും. അങ്ങനെ അത് ഒരുമിച്ചിരിക്കുന്നതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? എന്തൊക്കെ പ്രഷർ പുറത്തുനിന്ന് വന്നാലും ഇറ്റ് സ്റ്റേസ് ഇൻടാക്ട്. അതിനെ വളയ്ക്കാനോ ഒട്ടിക്കാനോ പറ്റില്ല. പലപ്പോഴും നമ്മുടെ ഇടയിലുള്ള യൂണിറ്റിയും അങ്ങനെയായിരിക്കും. എത്രത്തോളം യൂണിറ്റി കുറയുന്നോ, എത്രത്തോളം അകത്തുള്ള സ്പേസ് കൂടുന്നോ, അത്രത്തോളം എന്ത് വേണമെങ്കിലും എഫക്റ്റ് ചെയ്യും. എന്നാൽ എത്രത്തോളം ആ സ്പേസ് കുറയുന്നുണ്ടോ അത്രത്തോളം അതിൻ്റെ സ്ട്രെങ്ത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ പറയാ, അവർക്ക് വേണമെങ്കിൽ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കാമായിരുന്നു. എനിക്കൊരു ഉൾവിളി കിട്ടി, അല്ലെങ്കിൽ ലേവിക്ക് മനസ്സിലായി, ലേവി പുരോഹിതന്മാർക്ക് മനസ്സിലായി. നോ ദേ ഓൾ ഡിസൈഡഡ്. അവർ ഒരുമിച്ച് പറഞ്ഞു, ഞങ്ങൾ ഒരുമിച്ച് ഒന്ന് ഉപവസിക്കാൻ പോവാണ്. അടുത്തത് കാണാൻ പറ്റുന്നത്, അവരെങ്ങനെയാണ് ഉപവസിച്ചത്? രട്ടെടുത്തും തലയിൽ പൂഴി വാരിയിട്ടും. എന്താണ് അതിൽ കൂടി കാണിക്കുന്നത്? ഹംബ്ലിങ് ദംസെൽസ്, അവരെ തന്നെ ഒന്ന് താഴ്ത്തുക. ഇന്ന് പലപ്പോഴും പലരോട് പറയുമ്പോൾ പറയും, അയ്യോ താഴ്മയൊക്കെ എൻ്റെ ഉള്ളിലുണ്ട്, പുറത്തൊന്നും ആരും കാണാണ്ട. നോ. ഇവിടെ ഇവർ വ്യക്തമായി പുറത്തും അകത്തും കാണാൻ പറ്റാവുന്ന രീതിയിൽ ഒരു താഴ്മ. എന്താണ് കാണിക്കുന്നത്? രട്ടുടുക്കുക എന്ന് പറഞ്ഞാൽ കംഫോർട്ട് മാറ്റി, അവരുടെ ലൈഫിലെ ഏറ്റവും ഇരിക്കേണ്ടതുമായ കംഫോർട്ടായിട്ടുള്ള ആ കണ്ടീഷൻസ് എല്ലാം മാറ്റി അൺകംഫോർട്ടബിൾ ആയിട്ട് അവരിയ്ക്കുകയാണ്. രട്ടുടുക്കുക മാത്രമല്ല, തലയിൽ പൂഴി വാരിയിടുക എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്. ഒന്ന് ഇയ്യോബ് എല്ലാം അത് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. മറ്റൊരു കാര്യം പറയുന്നത്, മരണം അടുക്കുമ്പോൾ
മണ്ണ്, സ്വയം മണ്ണിടാന്ന് പറഞ്ഞാൽ അത്രയും ഒരാൾക്ക് സ്വയം തൻ്റെ ശരീരത്ത് മണ്ണിടണമെങ്കിൽ അത്രയും ലോ ആയ ഒരവസ്ഥ. മറുവശം പറയുന്നത് നമ്മൾ മണ്ണാണ്, മണ്ണിലേക്ക് തിരിച്ചു പോകുന്നതെന്ന് കാണിക്കാനാണ്. എന്തൊക്കെയാണെങ്കിലും ഇതിൻ്റെ അർത്ഥം എത്ര മാത്രമുള്ളോ അവരെ തന്നെ ഒന്ന് താഴ്ത്താൻ. അപ്പോൾ ഉപവാസം എന്ന് പറയുമ്പോൾ ഒന്ന് ഒരുമിച്ചത് ചെയ്യണം. മാത്രമല്ല ഒരു വിസിബിൾ ഹ്യൂമിലിറ്റി. ഞാൻ എപ്പോഴും പറയും, പലപ്പോഴും പലരും പറയും, നിങ്ങളുടെ പ്രവൃത്തിയിൽ ചിലത് കണ്ടാൽ മതി, ചിലത് വാക്കിൽ കാണണ്ട, ചിലത് വാക്കിലല്ല, ചിലത് പലപ്പോഴും നമ്മൾ മിക്സ് ആക്കുന്നതാണ്. എന്നാൽ ഇത് രണ്ടും കൂടി ഒരുമിച്ച് പോകുന്നതാണ് വിശ്വാസം. വാക്കൊന്ന് പ്രവൃത്തി വേറെയല്ല, പ്രവൃത്തി ഒന്ന് വാക്ക് വേറെയല്ല. വാക്കിനെയും പ്രവൃത്തിയെയും ഒരുമിച്ച് കൊണ്ടുപോകുന്നതാണ് യഥാർത്ഥ ക്രിസ്ത്യാനിയുടെ ലക്ഷണം. അപ്പോൾ ഇവിടെ ഹ്യൂമിലിറ്റി കാണിക്കുകയാണ്. ഇവരുടെ ലൈഫിൽ വിസിബിൾ ആയിട്ടുള്ളൊരു ഹ്യൂമിലിറ്റി. അവരെ തന്നെ, അവരാരുമായിക്കൊള്ളട്ടെ, അവരുടെ റോളുകൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന നെഹമ്യാവെല്ലാം കബ്ബേററാണ്, അന്നത്തെ വലിയ വലിയ പൊസിഷൻസിലിരിക്കുന്നവരാ. തുടങ്ങി എത്ര തരത്തിലുള്ള ആളുകളുണ്ട് നമുക്കറിയില്ല. പക്ഷെ അവരെല്ലാവരും ഒരുപോലെ വന്ന് രട്ടുടുത്ത് തലയിൽ മണ്ണിട്ട് പറയുക, ഞങ്ങളൊന്നും ആരുമല്ലെന്ന് പറഞ്ഞ് അവരെ തന്നെ താഴ്ത്തുകയാണ്. അപ്പോൾ ആദ്യത്തെ കാര്യം കമ്മ്യൂണലായി ഒരുമിച്ച് കൂട്ടമായി നിന്നു. 2 അവരെ തന്നെ താഴ്ത്തി. 3 അതിൽ കാണാൻ പറ്റും അവർ സെപ്പറേറ്റ് ചെയ്തു. അതിൻ്റെ വാക്യം 2-ാം വാക്യത്തിൽ ഇങ്ങനെയാണ്: ഇസ്രായേൽ സന്തതിയായവ സകല അന്യജാതിക്കാരിൽ നിന്നും വേർതിരിഞ്ഞു നിന്ന്. അവിടെ ഒരു വേർതിരിവിൻ്റെ അനുഭവം. അപ്പോൾ എന്തിൽ നിന്നൊക്കെ വേർതിരിയണം? ആദ്യമായി നമ്മൾ ഉപവാസം എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യുന്ന കാര്യമാണ് ആഹാരത്തിൽ നിന്ന് നമ്മൾ വേർതിരിയാറുണ്ട്, അല്ലേ? ഉപവസിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് പലപ്പോഴും ആഹാരം വെടിയൽ നമുക്ക് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. എന്നാൽ ഇവിടെ പറയുകയാണ് ആഹാരം തീർച്ചയായിട്ടും, ഞാൻ അതിനെക്കുറിച്ചുള്ള ഹിബ്രു വാക്യത്തിൽ അച്ഛനായിട്ട് സംസാരിച്ചപ്പോഴും അതിൽ കാണുന്നതെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നമ്മൾ ചിലതിന് വേണ്ടാന്ന് വയ്ക്കുക. അതിൽ ഫുഡ് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം തന്നെയാണ്. എന്നാൽ അത് ഫുഡ് മാത്രമല്ല, ഫുഡിലേക്ക് മാത്രം അത് ചുരുക്കേണ്ട കാര്യമില്ല. ഉപവാസം എന്ന് പറയുമ്പോൾ ചില ഡിസ്ട്രാക്ഷൻസിൽ നിന്ന് ദൈവമായിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ട സമയം നമ്മളിൽ നിന്ന് അപഹരിക്കുന്നത് എന്തുമായിക്കൊള്ളട്ടെ, അത് ചിലപ്പോൾ ബന്ധങ്ങളായിരിക്കാം, നമ്മുടെ കയ്യിലുള്ള ഗാഡ്ജറ്റ്സുകളായിരിക്കാം, എന്തുമായിക്കൊള്ളട്ടെ, അങ്ങനെയുള്ള ചില ഡിസ്ട്രാക്ഷൻസിൽ നിന്ന്. അതുകൊണ്ട് ഇവരെന്ത് ചെയ്തു? മറ്റ് അന്യജാതിക്കാരിൽ നിന്ന്, കാരണം അവരും ദൈവമായിട്ടുള്ള കണക്ഷന് അതൊരു ബുദ്ധിമുട്ടാണെന്ന് കണ്ടപ്പോൾ അങ്ങനെയുള്ള ചിലതിനോട് അവർ ഒരു സെപ്പറേഷൻ കാണിച്ചു. ഉപവസിക്കുമ്പോൾ ആഹാരം വെടിഞ്ഞ് ബാക്കി എല്ലാത്തിനോടും നമ്മൾ അനുകൂലിച്ചാൽ അതുകൊണ്ട് ഒരു പ്രവൃത്തിയും നടക്കുന്നില്ല. എന്നാൽ ചിലതിനോട് നമ്മുടെ മനസ്സിൽ വരുന്ന, അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് പാപത്തിനോട് ഒരു സെപ്പറേഷൻ. ഇതെല്ലാം നമുക്കറിയുന്ന കാര്യങ്ങളാണ്. എന്നാൽ പറയുകയാണ് ആ ഒരു സെപ്പറേഷൻ്റെ ഒരു അനുഭവം. അതിനുശേഷം പറയുകയാണ്, ഇങ്ങനെയാണ് പറയുന്നത്: അവർ അകൃത്യങ്ങളെല്ലാം ഇത് ചെയ്തിട്ട് തങ്ങളുടെ അന്യജാതിക്കാരിൽ നിന്ന് വേർതിരിച്ചു നിന്ന് തങ്ങളുടെ പാപങ്ങളെയും തങ്ങളുടെ പിതാക്കന്മാരുടെ അകൃത്യങ്ങളെയും ഏറ്റുപറഞ്ഞു. അപ്പോൾ ആദ്യം അവർ ഒരുമിച്ച് വന്നു, തങ്ങളെ തന്നെ ഒന്ന് താഴ്ത്തി, ചിലതിനോടൊക്കെ നോ പറഞ്ഞ് സെപ്പറേറ്റ് ആക്കി. ആ ചില കാര്യങ്ങളെയൊക്കെ ജീവിതത്തിൽ നിന്ന്, അത് പാപത്തിൻ്റെ ആയിരിക്കാം, ചില ബന്ധങ്ങളായിരിക്കാം, ചില ശീലങ്ങളായിരിക്കാം, പലപ്പോഴും നോർമലായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളായിരിക്കാം. ഇതെല്ലാത്തിൽ നിന്നും അവർ ഒന്ന് വേർതിരിഞ്ഞിട്ട് അവരെന്ത് ചെയ്തു എന്നറിയോ? ദൈവസന്നിധിയിൽ ഒന്ന് ഏറ്റു പറയാൻ തുടങ്ങി. എന്താണ് അവർ ഏറ്റു പറയുന്നത്? അവരുടെ തെറ്റുകളെ അവരൊന്ന് ഏറ്റു പറയാൻ തുടങ്ങി. നമ്മൾ വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ എങ്ങനെയാണ് പറയുന്നത്? ആദ്യ സ്നേഹത്തിലേക്ക് ഒന്ന് മടങ്ങി വരാൻ പറയുന്നുണ്ട്. അപ്പോൾ ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരാൻ പറയുമ്പോൾ അതിൽ പറയുന്ന ഒരു മെയിൻ കാര്യമാണ് ഒരു തിരിച്ചുവരവ്, ഒരു റിപ്പൻറ്റ്. ഞാൻ ആരാണെന്നോർത്ത് അതിലേക്ക് തിരിച്ചു വരുന്നതായ ഒരവസ്ഥ. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും ഇതെല്ലാം ചെയ്യണം. അത് കഴിഞ്ഞ് അടുത്തതായ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടൊരു കാര്യം ഇതിൽ കാണുവാൻ സാധിക്കും. അതിങ്ങനെയാണ് പറയുന്നത്, അത് അടുത്ത വാക്യത്തിൽ, പിന്നെ അവർ 3-ാം വാക്യത്തിൽ, പിന്നെ അവർ തങ്ങളുടെ നിലയിൽ തന്നെ എഴുന്നേറ്റ് നിന്ന് അന്നൊരു യാമത്തോളം തങ്ങളുടെ ദൈവമായ യഹോവയുടെ ന്യായപ്രമാണ പുസ്തകം വായിച്ചു കേൾക്കുകയും പിന്നെ ഒരു യാമത്തോളം പാപങ്ങളെ ഏറ്റുപറഞ്ഞ് തങ്ങളുടെ ദൈവമായ യഹോവയെ നമസ്കരിക്കുകയും ചെയ്തു. അടുത്ത 2 ഇമ്പോർട്ടൻ്റ് കാര്യമാണ് പറയുന്നത്: വേർഡ് ആൻഡ് വർഷിപ്പ്. ദൈവവചനത്തിലും ആരാധനയിലും സമയം സ്പെൻഡ് ചെയ്തു.
ഇവിടെ യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 24-ാം അധ്യായത്തിൽ വാക്യത്തിൽ വചനത്തിൽ എങ്ങനെ നമ്മൾക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇപ്പോൾ തന്നെ ഞാൻ ഒത്തിരി സ്പീഡായിട്ടാണ് പോണേന്ന് എനിക്കറിയില്ല, സമയം പരിമിതമായതുകൊണ്ട് കാര്യങ്ങളൊക്കെ പറയാൻ ഞാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഉപവസിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ കാര്യം നമ്മൾ ഒരുമിച്ച് കൂടി ഉപവസിക്കണം. രണ്ടാമത് നമ്മൾ നമ്മളെ തന്നെ ഒന്ന് താഴ്ത്തണം. പിന്നെ ഞാൻ പറഞ്ഞു ഒരു താഴ്മയുടെ അനുഭവം വരണം. അതെ, അതുപോലെ തന്നെ നമ്മളൊരു സെപ്പറേഷൻ, ചിലതിൽ നിന്ന് വിട്ടു നിൽക്കണം, ചിലത് ഏറ്റു പറയണം. എന്നാൽ ഇതിൻ്റെ ഒപ്പം തന്നെ വളരെ എംഫസിസ് കൊടുക്കേണ്ട ഒരു കാര്യമാണ് വചനത്തിൽ നമ്മൾ ആ സമയത്ത് നമ്മളെ തന്നെ ഒന്ന് എന്താ പറയുക മുക്കുന്ന ഒരവസ്ഥ, ഒരു കംപ്ലീറ്റായി എൻഡോഴ്സ് ആവുന്ന ഒരവസ്ഥ, വചനത്തിൽ പൂർണ്ണമായി നമ്മളതിനെ സോക്ക് ചെയ്യുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വേണം. അതിന് ഭംഗിയായി പറയുന്ന ഒരു വാക്യമാണ് യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 24. അതെങ്ങനെയാണ് പറയുന്നത്? 23-24. ഒരുത്തൻ വചനം കേൾക്കുന്നവൻ എങ്കിലും ചെയ്യാത്തവനായിരുന്നാൽ അവൻ തൻ്റെ സ്വാഭാവികമായ മുഖം കണ്ണാടിയിൽ നോക്കുന്ന ആളോടൊക്കുന്നു. അവൻ തന്നെത്താൻ കണ്ട് പുറപ്പെട്ട് ഇന്ന രൂപമായിരുന്നു എന്ന് ഉടനെ മറന്നു പോകുന്നു. പറയാ, വചനം വെറുതെ വായിച്ചു പോകുന്ന ഒരാളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കണ്ണാടിയിൽ ഞാൻ എന്നെ തന്നെ നോക്കാം, ആ ഇതാണല്ലേ, ഇങ്ങനെയാണല്ലേ എന്നെ കാണാൻ, അല്ലെങ്കിൽ എന്നെ കാണുമ്പോൾ ഇന്ന കുറവുണ്ടില്ലേ, ഇത് ഓർത്ത് അത് മനസ്സിലാക്കി അടുത്ത സെക്കൻഡ് അത് മറന്നിട്ട് ജീവിക്കുന്ന ഒരാൾ. ഫോർ എക്സാമ്പിൾ, ഞാൻ കണ്ണാടിയിൽ നോക്കുമ്പോൾ കാണാണ് എൻ്റെ മുഖത്ത് ഇപ്പം എൻ്റെ മോളൊരു മീശ പോലെ വരച്ചു വെച്ചിരിക്കുന്നു. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഒരു മീശ പോലെ എൻ്റെ മുഖത്തുണ്ടല്ലോ, എനിക്കിത് മനസ്സിലായി. പക്ഷെ ഇഫ് ഐ ഡോണ്ട് ഡു എനിത്തിങ് അബൌട്ട് ഇറ്റ്, അതിനെക്കുറിച്ച് ഒന്നും ചെയ്യാണ്ട് ഞാൻ ഡ്രസ്സ് മാറി ഓഫീസിലേക്ക് പോയാൽ ഞാൻ ആരാ? ഒരു വിഡ്ഢി അല്ലേ? അതുപോലെയാണ് ഇവിടെ പറയുന്നത്. വചനം വായിച്ചിട്ടും അതനുസരിക്കാത്തവനെ കുറിച്ച് പറയുകയാണ്. അവൻ സ്വന്തം മുഖം കണ്ണാടിയിൽ കണ്ടിട്ടും അത് എങ്ങനെയെന്ന് മറന്നുപോയൊരു വ്യക്തി. എന്നിട്ട് പറയാണ്, യഥാർത്ഥമായി വചനം പാലിക്കുന്നവൻ ആരാ? അവൻ അതിൽ വചനം എന്ന മായമില്ലാത്ത ആ കണ്ണാടിയിലേക്ക് നോക്കി അവന് വരുത്തേണ്ട ചേഞ്ചുകൾ വരുത്തുന്നവനാ. ഉപവാസത്തിലിരിക്കുമ്പോൾ കാലത്തെഴുന്നേറ്റ് 1-2 വാക്യം വായിക്കലല്ല, അല്ലെങ്കിൽ നമ്മുടെ യാത്രയിൽ ഒരു പ്രസംഗം കേൾക്കലല്ല, അല്ലെങ്കിൽ ചർച്ചിൽ വന്ന് ഒരു മെസ്സേജ് കേൾക്കുന്നതിലല്ല. അതെല്ലാം നല്ലത്, നമ്മുടെ ജീവിതത്തിൽ അത് വലിയ പരിവർത്തനങ്ങൾ നടത്തും. എന്നാൽ അതിനപ്പുറമായി നമുക്ക് നമ്മളെ തന്നെ ഒന്ന് കാണാൻ പറ്റുന്നുണ്ടോ? ഈ ബൈബിൾ നോക്കുമ്പോൾ ആ ബ്രദർ ഇങ്ങനെയാ, ഈ സിസ്റ്റർ ഇങ്ങനെയാ, അല്ലെങ്കിൽ എൻ്റെ അപ്പൻ ഇങ്ങനെയാ, എൻ്റെ അമ്മ എങ്ങനെയാ, എൻ്റെ ഭാര്യ എങ്ങനെയാ, ഭർത്താവ് എങ്ങനെയാ എന്ന് ഓർക്കുന്നതിനപ്പുറമായിട്ട് ഞാൻ ഇങ്ങനെയാണല്ലോ എന്ന് നമുക്ക് ഓർക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ നമ്മുടെ മുഖം കണ്ണാടിയിൽ നോക്കി മറന്നു പോകുന്ന ആൾക്ക് തുല്യരാണ്. ഇവിടെ നമ്മുടെ ഉപവാസം നടക്കുമ്പോൾ, നമ്മൾ താഴ്ത്തുമ്പോൾ, നമ്മൾ കൂട്ടമായി ആരാധിക്കുമ്പോൾ തന്നെ വചനത്തിൽ നമ്മളെ തന്നെ ഒന്ന് നോക്കുവാൻ, അതിൽ ടൈം സ്പെൻഡ് ചെയ്ത് നമുക്ക് വരുത്തേണ്ട വ്യത്യാസങ്ങൾ, അങ്ങനെ ദൈവസന്നിധിയിൽ സ്പെൻഡ് ചെയ്യുന്ന ആളുകളുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഇതിൻ്റെ അവസാനം വരുമ്പോൾ ഇങ്ങനെ അവർ ചെയ്യുന്നത് എല്ലാം സാധിക്കും. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഉറപ്പായും വിശ്വസിക്കാൻ പറ്റും എൻ്റെ ജീവിതത്തിലത്തെ എൻ്റെ ഡിസിഷൻസ് എല്ലാം നടക്കുമെന്ന്. അത് കഴിഞ്ഞ് അതിൻ്റെ ലാസ്റ്റ് ഞാൻ പറഞ്ഞ കാര്യമാണ് ഫാസ്റ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞത്. നിങ്ങൾ വർഷിപ്പ്, അവർ പറയാം ലാസ്റ്റ് അവർ നമസ്കരിച്ചു, ഒരു ആരാധനയുടെ അനുഭവം. നമ്മുടെ പ്രശ്നങ്ങൾക്ക് അതാണ് ഞാൻ ഇത് എഴുതിയപ്പോൾ ഞാൻ ഓർത്തൊരു കാര്യമെന്ന് പറഞ്ഞാൽ, പലപ്പോഴും നമ്മൾ എപ്പോഴാണ് ഫാസ്റ്റ് ചെയ്യുന്നതെന്നറിയോ? പ്രോബ്ലം വരുമ്പോൾ, പ്രോബ്ലം ഉണ്ടെന്ന് കാണുമ്പോൾ, ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റില്ല എന്ന് കാണുമ്പോൾ, ഒരു കോഴ്സിന് അഡ്മിഷൻ കിട്ടുന്നില്ല, ഒരു ജോലിക്ക് കിട്ടുന്നില്ല, വിവാഹം നടക്കുന്നില്ല, ചെയ്യേണ്ട കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ല, ആ സമയത്തെല്ലാം നമ്മൾ ഉപവസിക്കുകയാണ്. എന്നാൽ ഇവിടെ ഇവർ ഉപവസിക്കുന്നത് എപ്പോഴാണെന്നറിയോ? വിടുതൽ കിട്ടിയതിന് ശേഷം ഉപവസിക്കുന്നൊരവസ്ഥ. എത്രമാത്രം നമ്മൾക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റും? ദൈവമേ, നീ ഒരു വലിയ പ്രവൃത്തി ചെയ്തു, ഞാനൊരു ആഴ്ച ദൈവസന്നിധിയിൽ ഉപവാസത്തോടു കൂടി ഇരിക്കാൻ പറ്റുക, നമുക്ക് സഭയായിട്ട് ഒരു ഉപവാസമായിരുന്നാട്ടെ, എങ്ങനെ ചിന്തിക്കാൻ പറ്റും? അതെ, ആ ഒരു രീതിയിലാണ് ഇവിടെ കാണുന്നത്. ദൈവം വലിയ പ്രവൃത്തി ചെയ്തു, അപ്പോൾ അവർ ഒരുമിച്ച് ദൈവസന്നിധിയിൽ ദൈവത്തെങ്കിലേക്ക് തിരികെ. അപ്പോൾ ആദ്യമായി ഞാൻ പറഞ്ഞു, വർക്ക് ഓഫ് ദ ലോർഡ്, ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മളെവിടേക്ക് കൊണ്ടുവരണം? ദൈവത്തെങ്കിലേക്ക് കൊണ്ടുവരണം. രണ്ടാമത് ഞാൻ പറഞ്ഞു, എങ്ങനെയാണ് ഇത് വരുന്നത്? നമ്മുടെ ഉപവാസത്തിൽ കൂടിയാണ് നമ്മൾക്ക് ദൈവത്തെങ്കിലേക്ക് തിരിച്ചു വരാൻ പറ്റുന്നത്. നമ്മുടെ ഉപവാസത്തിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ടതായ കാര്യങ്ങൾ ആദ്യത്തെ 3-4 വാക്യത്തിൽ നിന്ന് പറഞ്ഞു. ലാസ്റ്റായിട്ട് പെട്ടെന്ന് തന്നെ ഞാൻ പറഞ്ഞു തീർക്കാൻ പോവുകയാണ്.
അപ്പോൾ ദൈവത്തിങ്കിലേക്ക് വരണം. നമ്മൾ ദൈവത്തിങ്കിലേക്ക് വരുമ്പോൾ എന്ത് ഇതിലാണ്, എങ്ങനെയാണ് നമ്മൾക്ക് ഈ ദൈവത്തിങ്കിലേക്ക് വരാൻ പറ്റുന്നത്? ദൈവത്തിങ്കിലേക്ക് വരണമെന്ന് പറഞ്ഞു, ദൈവത്തിങ്കിലേക്ക് വരുവാൻ ഫാസ്റ്റിംഗ് വേണമെന്ന് പറഞ്ഞു. എന്നാൽ അതിൻ്റെ ഒപ്പം ഈ ദൈവത്തിങ്കിലേക്ക് വരുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ്? ശരിക്കും നമ്മൾ ഈ 9-ാം അധ്യായത്തിൻ്റെ തുടർന്നുള്ള വാക്യങ്ങളിൽ, പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൻ്റെ പകുതി തൊട്ട് നോക്കുമ്പോൾ അവിടെ ദൈവത്തെക്കുറിച്ചുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് കാണാൻ പറ്റും. ഞങ്ങൾ തിരിച്ചു വരുന്ന, ഞങ്ങൾ പോവാൻ ആഗ്രഹിക്കുന്ന ഈ ദൈവമാരാ. വളരെ ബ്യൂട്ടിഫുൾ ആണ് പൗലോസിൻ്റെ വാക്ക്. പൗലോസ് എങ്ങനെയാണ് പറയുന്നത്? ഞാൻ ആരെയാണ് വിശ്വസിക്കുന്നതെന്ന് ഞാൻ അറിയുന്നു. ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയുന്നത്, ഐ നോ who I believe and I am persuaded. മലയാളത്തിൽ പറയാൻ എനിക്കതിൽ ഉറപ്പുണ്ട്. എനിക്ക് ആരാന്ന് അറിയാന്ന് മാത്രമല്ല, ആ ആളാരാന്ന് എനിക്ക് നല്ലൊരു ഉറപ്പുമുണ്ട്. ആ ഒരു തരം വിശ്വാസമാണ് ആവശ്യം. നമ്മൾ മടങ്ങിപ്പോവാൻ നമ്മളെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്, ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിന് എന്ത് പറ്റും, ആ ദൈവവും ഞാനായിട്ടുള്ള ബന്ധം എന്താണെന്നുള്ള അറിവിന് മാത്രമേ ആ ദൈവത്തിങ്കിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ പറ്റൂ. ഈവൻ യെശയ്യാവിൻ്റെ പുസ്തകം നോക്കുമ്പോൾ അതിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞ, യെശയ്യാവ് ആ സമയത്ത് യഹോവയെക്കുറിച്ചുള്ള ഒരു ദർശനം കാണുകയാണ്. അപ്പോൾ സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ, ഹി അണ്ടർസ്റ്റുഡ് ഹൂ ഗോഡ് ഇസ്. അതിൻ്റെ താഴത്തേക്ക് വരുമ്പോൾ അതിൻ്റെ 6-ാം വാക്യത്തിൽ അവൻ പറയാം, അയ്യോ ഞാൻ അശുദ്ധമായ അധരങ്ങളോട് കൂടിയവൻ. ഞാൻ പറയട്ടെ, യഥാർത്ഥമായ മാനസാന്തരം നമ്മുടെ ജീവിതത്തിൽ ഒരു മാനസാന്തരം എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മളത് പാപികൾക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളതാണ്. ഒരിക്കലുമല്ല. ഈ പറയുന്ന ഞാൻ മുതൽ നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ വേണ്ട ഒരു അനുഭവമാണ് മാനസാന്തരം. എന്താണ് മാനസാന്തരം? തിരിഞ്ഞു നടക്കുന്നതായ ജീവിതത്തിൻ്റെ ചില വഴികളിൽ. എങ്ങനെയാണ്, ഞാനൊരു കോട്ട് ഇങ്ങനെ വായിച്ചിട്ടുണ്ട്, നിങ്ങൾ യാത്ര ചെയ്യാൻ തുടങ്ങിയപ്പോൾ അത് നിങ്ങൾ കയറിയ വണ്ടി തെറ്റാണെന്നറിഞ്ഞാൽ എത്രയും പെട്ടെന്ന് യാത്ര നിർത്തി തിരിച്ചു പോയാൽ അത്രയും കുറവ് ചിലവേ നിങ്ങൾക്ക് വരുമെന്ന്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും ചൂസ് ചെയ്യുന്ന പല വഴികളും ചിലപ്പോൾ തെറ്റായിരിക്കാം. അപ്പോൾ ഈ ഒരു മാനസാന്തരം നമ്മുടെ ജീവിതത്തിൽ, അപ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്, പൗലോസ് പറയുകയാണ്, ഞാൻ ആരെയാണ് വിശ്വസിക്കുന്നത് ഞാൻ അറിയുന്നു. യെശയ്യാവും പറയുകയാണ്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ആ ഒരു ദൈവത്തെ പറ്റി 2-3 വാക്കുകളാണ് ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെയും പുരോഹിതന്മാർ ഒരുമിച്ച് വന്നിട്ട് പറയുകയാണ്, ഞങ്ങൾ മടങ്ങി വരുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു, അവർക്ക് വേണ്ടി പ്രവർത്തിച്ച ദൈവത്തിലേക്ക് അവർ മടങ്ങി വരാൻ തയ്യാറായി. മടങ്ങി വരുന്നതിന് അവർ ഉപവസിക്കാൻ തയ്യാറായി. ആ ഉപവസിക്കുമ്പോൾ അവർ പറയുന്നതാണ്, ഞങ്ങൾ വെറുതെയല്ല മടങ്ങി വരുന്നത്, ഞങ്ങൾ ആരുടെ അടുത്തേക്കാണ് പോണേന്ന് ഞങ്ങൾക്കറിയാം. അതിൻ്റെ ചില റെഫറൻസുകൾ മാത്രം വായിച്ച് ഞാൻ വിടുകയാണ്. അവരാദ്യം പറയുന്ന കാര്യമാണ്, ഞങ്ങൾ മടങ്ങി പോകുന്ന ദൈവത്തിൻ്റെ ആദ്യത്തെ സ്വഭാവം. അതിൻ്റെ 9-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഇങ്ങനെയാണ്, നീ മാത്രം യഹോവയാകുന്നു, നീ ആകാശത്തെയും സ്വർഗാതിസ്വർഗത്തെയും അവയിലെ സകല സൈന്യത്തെയും ഭൂമിയെയും അതിലുള്ള സകലത്തെയും സമുദ്രങ്ങളെയും അവയിലുള്ള സകലത്തെയും ഉണ്ടാക്കിയവൻ. സൃഷ്ടാവായ ദൈവം. ആദ്യം പറയാണ്, ഞങ്ങൾ തിരിച്ചു വരുന്ന ദൈവം ആരാന്നറിയോ? ഏലോഹിമായ ദൈവം. ഒന്നുമില്ലായ്മയിൽ നിന്ന് കൊണ്ടുവന്ന ദൈവം. നമ്മുടെ ഓരോരുത്തരുടെ ജീവിതം ഓർത്തു നോക്കിയേ. പലപ്പോഴും തകർന്ന് ഇനി ഒന്നും പണിയാനില്ല. പലപ്പോഴും സയൻസ് പഠിക്കുമ്പോൾ ഒരു ഏറ്റവും സ്മോൾ ആയിട്ടുള്ള ഒരു കണികയിൽ നിന്നാണ് എല്ലാം ഉണ്ടായി വന്നതെന്ന് പറയുന്നു. പക്ഷെ നമ്മുടെയൊക്കെ ചില സമയത്ത് ജീവിതം നോക്കിക്കഴിഞ്ഞാൽ അതിനു പോലും സ്പേസ് ഇല്ലാത്ത പോലെ തകർന്ന അനുഭവങ്ങൾ, ഒരു നിലയ്ക്കും ഇതിൽ നിന്ന് ഞാൻ പുറത്തു വരില്ലെന്ന് തോന്നിയ അനുഭവങ്ങൾ, എന്നാൽ അതിൽ നിന്ന് പണിതൊരു ദൈവം. ഇവിടെ ഇസ്രായേൽ മക്കൾ പറയാണ്, സൃഷ്ടാവായ ദൈവം. ഒന്നുമില്ലായ്മയിൽ നമുക്കോരോരുത്തർക്കും, എൻ്റെ അടുത്ത് പറഞ്ഞാൽ എനിക്ക് ഈ ക്ലേ കൊണ്ട് ഇമേജസ് ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ മോള് പേപ്പറൊക്കെ കട്ട് ചെയ്ത് ഒത്തിരി ക്രിയേറ്റ് ചെയ്യും. അച്ഛനാണെങ്കിൽ ചില പ്ലാസ്റ്റിക്കും അങ്ങനത്തെ സാധനങ്ങളിൽ. നമ്മളിൽ ഓരോരുത്തരിലും ഒരു ക്രിയേറ്റർ ഉണ്ട്. പക്ഷെ നമ്മുടെ ക്രിയേഷൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? വി നീഡ് സംതിങ്. എന്തെങ്കിലും നിന്നേ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ദൈവത്തെക്കുറിച്ച് പറയുകയാണ്, ഒന്നുമില്ലായ്മയിൽ നിന്ന് നമ്മുടെ ലൈഫിലത്തെ ശൂന്യതേനെ നോക്കി ഒരാൾക്ക് മാത്രമേ പറയാൻ പറ്റൂ, എനിക്കതിനെ പണിയാം. അത് നമ്മുടെ ക്രിയേറ്ററായ ദൈവം. രണ്ടാമത് 8-ാം വാക്യത്തിൻ്റെ ലാസ്റ്റ് അതിങ്ങനെയാണ് പറയുന്നത്, എന്ന് നീ അവനോട് ഒരു നിയമം, നീ നീതിമാനായിരിക്കെ
നോക്കിയാൽ നിന്റെ വചനങ്ങളെ നിവർത്തിക്കുന്നു. ആദ്യം അവർ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ പ്രത്യേകത ക്രിയേറ്റർ, ഏലോഹിം, ഒന്നുമില്ലായ്മയിൽ നിന്ന് വിളിച്ചു വരുത്തുന്ന ഒരു ദൈവം. രണ്ടാമത് പറയുക വചനങ്ങളെ നിവർത്തിക്കുന്ന ഒരു ദൈവം, പറഞ്ഞാൽ അത് ചെയ്യുന്ന ഒരു ദൈവം. ഇങ്ങനെയാണ് വിശ്വസിക്കുന്നവരൊരു ദൈവമുണ്ടെന്നും ആ ദൈവം പ്രതിഫലം തരുമെന്നും വിശ്വസിക്കുക. ഇവിടെ ഒരു വലിയ വിശ്വാസം. എന്താണ് ഇവിടെ വരുന്നത്? ദൈവം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉവ്വ് എന്നാണ്. വർഷങ്ങൾ കഴിഞ്ഞോട്ടെ, എനിക്കറിയാം എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും പല അനുഭവങ്ങൾ. ഇപ്പോൾ ഞാൻ പറയാം, ഒന്ന് പോസ് ചെയ്ത് നിങ്ങളുടെ അനുഭവം പറ, നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പറ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും എൻ്റെ ദൈവം എൻ്റെ ഇത്ര വിഷയങ്ങൾക്ക് മറുപടി തന്നുമെന്ന്. അപ്പോൾ പറയാണ് നിങ്ങളുടെ ജീവിതത്തിൽ വചനത്തെ നിവർത്തിക്കുന്ന ദൈവം. ഈ വചനത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? അത് ശൂന്യതയിൽ കൂടി സാറ നിന്ന് ചിരിക്കുക. എന്താ സാറ ചിരിക്കുന്നേ? ദൈവത്തിന്റെ ദൂതൻ വന്ന് പറഞ്ഞു അടുത്ത വർഷം അവൾ പ്രസവിക്കും. സാറ ചിരിക്കുക. എന്താ സാറേ നീ ചിരിക്കുന്നേ? എനിക്ക് പറ്റില്ല, എന്നെ കൊണ്ട് പറ്റില്ല, ഞാനിപ്പോൾ 0 ആണ്. എന്നാൽ ദൈവം പറയുന്ന ഒരു വാക്കുണ്ട്, ഇറ്റ്സ് നോട്ട് ബേസ്ഡ് ഓൺ ഹൂ യു ആർ, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഹൂ ഐ ആം. നീ ആരാന്നുള്ളതിലല്ല നിന്റെ ജീവിതത്തിലത്തെ വാക്തത്വങ്ങൾ നിറവേറുന്നത്. നിന്റെ ജീവിതത്തിലത്തെ വാക്തത്വം നിറവേറുന്നത് ഞാൻ ആരാണെന്നുള്ള സത്യത്തിലാണ്. അപ്പോൾ പറയുകയാണ് നമ്മുടെ ജീവിതത്തിൽ വാക്തത്വങ്ങളുണ്ടോ? ഉണ്ട്. ഒരു മിനിറ്റ് ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അനേക വാക്തത്വങ്ങളുണ്ട്. ഇന്നത് നടക്കാനുള്ള സാധ്യതകളുണ്ടോ? ഇല്ലപ്പ, ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല. എന്നാൽ പറയുക നിന്റെ അടുത്ത് വാക്ക് പറഞ്ഞവൻ, ഉവ്വ് ഉവ്വ് എന്ന് പറഞ്ഞ ആ ദൈവം അത് തീർച്ചയായിട്ടും നിവർത്തിക്കും. അടുത്തതായി 11-12 അധ്യായത്തിൽ നമുക്ക് കാണാൻ പറ്റും വഴി, അത്ഭുതങ്ങളിൽ കൂടി വഴി നടന്ന. എങ്ങനെയാണ് ദൈവം വഴി നടത്തുന്നത്? എങ്ങനെയാണെന്ന് പറയാം. അതിന് 2 വാക്കാണ്. അതിൽ ഒന്ന് പറയാ കടലിനെ വിഭാഗിച്ച് 10, 11, 12, 13 കാണാൻ പറ്റും. അത്ഭുതങ്ങളെ ചെയ്ത് മേഘസ്തംഭം കടലിനെ വിഭാഗിക്കുന്നു. മിറക്കിൾസ് ആഫ്റ്റർ മിറക്കിൾസ്. എന്തിനു വേണ്ടിയിട്ടാ? ടു ഷോ ദാറ്റ് യു ആർ ഗ്രേറ്റ് എമംഗ് എവ്രിബഡി. എല്ലാവരുടെ മുമ്പിലും ഞാൻ ഭയങ്കര വലുതാന്ന് കാണിക്കാനാണോ? അല്ല, നമ്മുടെ വഴിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ, നമ്മളെ നയിക്കുവാൻ വേണ്ടി. അല്ലാതെ നമ്മളെ ഒരു സെലിബ്രിറ്റി ആക്കാനല്ല ദൈവം നമുക്ക് വിടുതലുകൾ തരുന്നത്. ദൈവം നമുക്ക് വിടുതൽ തരുന്നത് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാണ്. അതുമാത്രമല്ല, അടുത്തത് കാണിക്കുകയാണ്. അതിൻ്റെ 13 വാക്യത്തിൽ ബ്യൂട്ടിഫുൾ ആയിരിക്കുകയാണ്. നീ സീനായ് മലമേൽ ഇറങ്ങി ആകാശത്ത് നിന്ന് അവരോട് സംസാരിച്ചു. ചിലപ്പോൾ അത്ഭുതങ്ങളിൽ കൂടി നമ്മുടെ ദൈവം നമ്മളോട് സംസാരിക്കും. ചിലപ്പോൾ വ്യക്തിപരമായി ദൈവം നമ്മളോട് സംസാരിക്കും. അപ്പോൾ ഞാൻ പറയട്ടെ, ആദ്യം നമ്മുടെ ദൈവം ക്രിയേറ്ററാണ്, സൃഷ്ടാവാണ്. രണ്ടാമത് നമ്മുടെ ദൈവം വാക്തത്വങ്ങളെ നിവർത്തിക്കുന്നവനാണ്. തേർഡ്, നമ്മുടെ ദൈവം ഒരു ഗൈഡാണ്. ചിലപ്പോൾ അത്ഭുതങ്ങളിൽ കൂടി നമ്മളെ ഗൈഡ് ചെയ്യും. നമ്മളെ ഇവിടേക്ക് പോകണം, എന്ത് തീരുമാനിക്കണമെന്നറിയാതെ ഇങ്ങനെ നിൽക്കുമ്പോൾ, കടലാണല്ലോ സൈഡിൽ നോക്ക്, അയ്യോ വലിയ മലകളാണല്ലോ പിന്നിലേക്ക് നോക്ക്, ഫറവോനും സൈന്യമാലോ, എവിടേക്ക് പോകണമെന്ന് കൺഫ്യൂസ്ഡ് ആയി നിൽക്കുമ്പോൾ ദ ലോർഡ് സേസ് there is a way through it. ഇതിൽ കൂടി നിനക്കൊരു വഴിയുണ്ട്. I'm gonna lead you. ഞാൻ നിന്നെ നയിക്കാൻ പോകുക. എന്നാൽ അതേ സമയങ്ങളിൽ തന്നെ ചില സമയങ്ങളിൽ അങ്ങനത്തെ വലിയ അത്ഭുതങ്ങളൊന്നുമില്ല. ചില നിശബ്ദമായ സ്ലോ സൗണ്ട് സംസാരിക്കും, നീ ഇത് ചെയ്യേ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ തോന്നും, കർത്താവേ ഞാനൊരു വിഡ്ഢിയായി തോന്നില്ലേ? മറ്റുള്ളവരുടെ മുമ്പിൽ എൻ്റെ ഈ സ്റ്റെപ്പ് എന്ത് എക്സ്പ്ലനേഷനാണ് ഞാൻ കൊടുക്കണ്ടേ? നോ നോ നോ, ലിസൺ ടു ദാറ്റ് വോയിസ്. പിന്നെ ഞാൻ പെട്ടെന്ന് തീർക്കുകയാണ്. 17 വാക്യത്തിൽ പറയുക, ക്ഷമിക്കുന്നൊരു ദൈവം. ഇങ്ങനെയാണ് പറയുന്നത്, അവരെന്തെല്ലാം ചെയ്തിട്ടും ദുശാഠ്യം കാണിച്ചു, എന്തെല്ലാം കാണിച്ചിട്ട് പോലും അവർക്കറിയാം ഞങ്ങൾ മടങ്ങി പോകുമ്പോൾ ആ ദൈവം സൃഷ്ടാവാണ്. ഞങ്ങൾ മടങ്ങി പോകുന്ന ദൈവം ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനാണ്, വാക്തത്വങ്ങളെ നിവർത്തിക്കുന്നവനാണ്, ഞങ്ങളെ ഗൈഡ് ചെയ്യാൻ കഴിവുള്ളവനാണ്. ഇതെല്ലാം മാത്രമല്ല, ഞങ്ങളോട് തിരിച്ചു വന്നല്ലോ. നമ്മളാണെങ്കിൽ ശരിക്കും അതിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ എക്സാമ്പിളാണ് പുതിയ നിയമത്തിൽ കാണുന്നത്. വാട്ട് ഈസ് ദാറ്റ്, ധൂർത്തപുത്രൻ്റെ ഭാഗം പറയുന്നത്. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, ആ പുത്രൻ അപ്പൻ്റെ അടുത്ത് ചെന്നപ്പോൾ വാട്ട് ഈസ് എക്സ്പെക്റ്റഡ്, എന്താണ് ശരിക്കും സംഭവിക്കേണ്ടത്? ഞാനാണെങ്കിൽ വരെ എൻ്റെ മോൾ എല്ലായിടത്തും പോയി വരുമ്പോൾ ഞാൻ ചോദിക്കും, ഇപ്പം എന്തായി, സന്തോഷമായോ, ഹാപ്പി ആയോ എല്ലാം? ഇതല്ലേ നോർമലി ഒരു സർക്കാസെങ്കിലും, ഒരു പുച്ഛമെങ്കിലും എന്നിൽ നിന്ന് മിനിമം പ്രതീക്ഷിക്കാം, മാക്സിമം എന്തുമാവാം. പക്ഷെ ഇവിടെ ഒരു അപ്പൻ ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്ന ആ ഒരു പ്രോമിസ് തരുന്നത്, ഞാൻ ക്ഷമിക്കാൻ തയ്യാറാണ്, നീ തിരിച്ചു വരാണെങ്കിൽ ഞാൻ ക്ഷമിക്കാൻ തയ്യാറാണ്. അതിൻ്റെ 31 വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, മഹാകരുണയുള്ളൊരു ദൈവം. അവരോട് കുറച്ച് കരുണയല്ല, നമുക്കെല്ലാം ഈ ഭൂമിയിൽ വചനപ്രകാരം ഏറ്റവും കൂടുതൽ കരുണയ്ക്ക് വാക്ക് പറയുന്നത് അപ്പന് മക്കളോട് കരുണ തോന്നുന്ന പോലെ. ഞാൻ എപ്പോഴും പറയും, അതെങ്ങനെയാണ് ആ കരുണ എന്ന് എനിക്കൊന്ന് മനസ്സിലാവണമെന്നൊക്കെ ഞാൻ തമാശ പറയാറുണ്ട്. നമ്മൾക്കെല്ലാം കരുണ എന്താണെന്നറിയാമോ? യോഗ്യതയില്ലാഞ്ഞിട്ടും ഫ്രീ ആയി കൊടുക്കുന്ന ഒരു
അവസാനം കരുണ, എന്നാൽ പറയാം മഹാകരുണ. നമ്മൾക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത കരുണയുള്ളൊരു ദൈവം. ലാസ്റ്റ് 33-ാം വാക്യത്തിൽ പറയാം, നീ വിശ്വസ്തനായ ദൈവം. ഞങ്ങൾ അവിശ്വസ്തരായിരിക്കാം, എന്നാലും നീ വിശ്വസ്തനായൊരു ദൈവം. എൻ്റെ സമയം ഇവിടെ തീരുകയാണ്. ഇന്ന് നമ്മൾ എന്താണ് ചിന്തിച്ചത്? ഒന്നാമത്തെ കാര്യം ഞാൻ പറയട്ടെ, ദൈവം അവരുടെ ജീവിതത്തിൽ അവർക്കൊരു വലിയ പ്രവൃത്തി ചെയ്തു. മതിൽ പണിതു. ഒരു സേഫ്റ്റി ദൈവം അവർക്ക് കൊടുത്തു. ഒരു പ്രൗഡ് മൊമെൻ്റ് ദൈവം അവർക്ക് കൊടുത്തു. ഡ്രീം കം ട്രൂ മൊമെൻറ്റ്സ് കൊടുത്തു. പക്ഷേ അതൊരു സെലിബ്രേഷനിൽ തീർക്കാതെ ദൈവത്തെങ്കിലേക്ക് അടുക്കുവാൻ അവർ തീരുമാനിച്ചു. എങ്ങനെയാണ് അവർ ദൈവത്തെങ്കിലേക്ക് അടുത്തത്? ഫാസ്റ്റിങ്ങിൽ കൂടെ. ആ ഫാസ്റ്റിങ്ങിൽ അവർ ചെയ്ത കാര്യങ്ങൾ എന്താ? അവരൊറ്റയ്ക്കല്ല അത് ചെയ്തത്, കൂട്ടമായി താഴ്മയോടുകൂടെ ചിലതിൽ നിന്ന് വിട്ടുനിന്ന് ദൈവവചനത്തിൽ ഊന്നി, അതുപോലെ തന്നെ ആരാധനയോടും ഏറ്റുപറച്ചിലോടും കൂടി അവർ ഉപവസിച്ചു. ലാസ്റ്റായിട്ട് കാണാൻ സാധിക്കും അവർ എങ്ങനെയാണ് ഈ ഒരു ദൈവത്തെങ്കിലേക്ക്, ഈ ഒരു ഫാസ്റ്റിങ്ങിന് വേണ്ടി അവരെ എൻകറേജ് ചെയ്ത എലമെൻ്റ് എന്തെന്നറിയാമോ? അവർക്കൊരു കാര്യം അറിയാമായിരുന്നു. അവർ ആരെയാണ് വിശ്വസിച്ചിട്ടുള്ളത്? ഈ ഭൂമിയിൽ മറ്റുള്ളവരാരും അറിഞ്ഞൊരറിവല്ല, ഒരു ഉറപ്പ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില അനുഭവങ്ങളിൽ കൂടി നമ്മൾ കടന്നു പോയിട്ടില്ലേ? ഞാൻ ഈ പറഞ്ഞ പോലെ ചിലർക്ക് ഏലോഹിമായി, ചിലർക്ക് ക്ഷമിക്കുന്നൊരു ദൈവമായി, ചിലർക്ക് വാഗ്ദത്തങ്ങളെ നിവർത്തിക്കുന്നവനായി, ചിലർക്ക് വിശ്വസ്തനായി, ചിലർക്ക് നയിക്കുന്ന ഗൈഡായിട്ട് എല്ലാം ഈ ദൈവത്തെ, ചിലർക്ക് അതിൽ കൂടുതലുമായി അറിയാനെല്ലാം ദൈവം സഹായിച്ചിട്ടുണ്ട്. ആ ഒരു അറിവ് നിങ്ങൾ എവിടേക്ക് കൊണ്ടുപോകണം എന്നറിയാമോ? അപ്പനായിട്ടുള്ള ബന്ധത്തിലേക്ക്. പൗലോസ് പറയുന്ന പോലെ, ഞാൻ ആരെയാണ് വിശ്വസിക്കുന്നതെന്ന് ഞാൻ അറിയുന്നു. ഐ നോ ഹു ഐ ബിലീവ് ആൻഡ് ഐ ആം പെർസുവേഡഡ്. എനിക്ക് ഉറപ്പുണ്ട് ആ ദൈവം എന്നെ ഒരിക്കലും അവിടെ താഴ്ത്തിക്കളയുകയില്ല, നിരാശപ്പെടുത്തി കളയുകയില്ല. ഇത്രയും സമയം അനുവദിച്ചു തന്ന ദേവദാസിന് നന്ദി അറിയിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.